ഗൈസ് ഞങ്ങൾ ചക്ക പറിക്കാം. ചക്കക്കറിയാണ് ഇന്ന്. ചക്കക്കറി വെച്ച് ഒരു മീൻകറിയും സെറ്റാക്കുക. അതാണ് നമ്മളെ പ്ലാൻ ഇന്നത്തെ. അത് മുറിയൊന്നുമില്ല കേട്ടോ. ഒന്നാണ് നമുക്ക് പറിച്ചത്. യെസ്, ചക്ക അങ്ങനെ വീണിരിക്കുന്നു ഗൈസ്. ചക്ക പറിക്കൽ ബൈ അമ്മ. ഒന്നും പറയാനില്ലേ മദർ? ചക്ക അഞ്ചര പൗത്തല്ല, ചക്ക പച്ചയാണ് ഗൈസ്. പൗത്ത പോലെ ഉണ്ടല്ലേ. കുറേ ചക്കയുണ്ട്. ഇതാർക്കും വേണ്ടാതെ കുറേ ചക്ക. ഇതാ ഇരിക്കുന്നേന്ന് ചോദിച്ചാൽ കൃഷി 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 കൃഷി. നമ്മൾ വെണ്ടക്ക ചീരയെല്ലാം നടാൻ പോകുന്നു. അതിന് മണ്ണ് പറിക്കണം. ഇത് നമ്മളെ പഴയ വീടുണ്ടായ സ്ഥലമാണ് കേട്ടോ. ഈ വീട് കെട്ടുന്നതിന് മുമ്പേ നമ്മൾ താൽക്കാലികമായി നിന്ന ഷെഡ്, അതാണ് ഇത്. ഇത് പൊളിച്ചു. എന്തെല്ലാം പറഞ്ഞു. ഇതാണ് നമ്മളെ വെണ്ടക്ക മുളക്. വെണ്ടക്ക പച്ചമുളക് നടുന്ന സ്ഥലം. ഇത് ഞാൻ നട്ട ചെയ്യാൻ ചക്ക ഓൺ ദി വേ. അപ്പം അമ്മയാണ് ചക്ക ഒലിയുന്നത്. എനിക്ക് ഇതാ വിത്ത് നടാൻ പോകണം. ഞാനൊരു മലയാളി എന്നും മണ്ണ്. അപ്പോൾ എൻ്റെ ചീര വലുതാണ്. എന്നിട്ട് ആ ചീരന്ന് ചീര കറി വെക്കണം അല്ലേ അമ്മ? യെസ്. നല്ലോണം പൊതിയൂ, നല്ലോണം പുളിക്കൂ. ഇത് പൗത്തെന്ത് ടേസ്റ്റ് അറിയോ? ഉഗ്രം ടേസ്റ്റാണ്. ആ പ്ലാവത്തെ ചക്കയാണ്. നമുക്ക് ഇഷ്ടം പോലെ ചക്ക. നമ്മളെ മറ്റേ ഇതില്ലേ, പുളിയില്ലേ, ഈ മരത്തിൽ തൂങ്ങുന്ന പുളിയില്ലേ, അത് തൂങ്ങുന്ന കണക്കുന്നു. എൻ്റെ വീഡിയോ കൊണ്ട് എന്നിട്ട് ഓടിയെടുത്തെ. ഹായ് ഹായ് പറയും. പോസ്റ്റ് ചെയ്യുന്നതാ. ഹായ് പറഞ്ഞേ. ഓക്കെ, അതിൻ്റെ ഡിമാൻഡ്. ഓ, രണ്ടാളോട് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നാളെ. ഒരു ഫോട്ടോ എടുക്കട്ടെ പ്ലീസ് ഗൈസ്. ഹായ്. ഞാൻ ഫോട്ടോ എടുക്കുന്ന എന്നിട്ട് ഓടി വന്നതാണ് എൻ്റെ മക്കൾ. അല്ലടാ, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയോ? ഇതിനെ അമ്മിണിന്ന് വിളിക്കും, അതിനെ അമ്മിണിന്ന് വിളിക്കും. രണ്ടിനെ അമ്മിണിന്ന് വിളിക്കും. അതാണ്. ഇതിനെ അമ്മിണിന്ന് വിളിക്കും. അമ്മണ്ട. വാ ചാടത്തിണ്ടികൾ വരണ്ട. അപ്പോൾ ഓക്കെ ഗൈസ്, ഒരു പോസ്റ്റ് തരുമോ? ഇങ്ങോട്ട്. ഇതിലെന്തെന്ന് വെച്ചാൽ നമ്മളെ വിത്താണ്. കണ്ടോ, വെണ്ടയുണ്ട്, ഏതെന്താ പയറുണ്ട്. പയറിന് നമുക്ക് വേറൊരു സെപ്പറേറ്റ് സ്ഥലമാണ്. പക്ഷേ ഇവിടെ സ്ഥലമില്ല. നമ്മൾ ഇത്രയും ആകെ സ്ഥലമില്ല. സ്ഥലത്ത് നമ്മൾ ഒതുക്കണം പയറും വെണ്ടയ്ക്കും. ഇതിൽ 3 വെണ്ടക്ക നടും. പിന്നെ ആ സൈഡ് നമുക്ക് ഇളച്ചിട്ട് പയർ നടാം. ഇവിടെ കേസിൽ നമ്മൾ മുളകാണ് നടാൻ പോകുന്നത്. തല സൂര്യൻ. ആഹാ, കുറച്ച് ചാണകം കൂടി ഇടാം. അച്ഛൻ എന്നെ ഒഴിച്ചിരിക്കും. ഇപ്പോൾ എന്തൊന്ന് കാണിക്കുന്നു അല്ലടാ, സത്യം പറയടാ. ദൈവമേ, വളർന്നാൽ മതി. നടുക്കിട്ടിട്ടല്ലോ. അപ്പോൾ മുകളിലെ കുറച്ച് മണ്ണിങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോയി. ചായക്ക് ചക്കയുണ്ട്, പക്ഷെ ചക്ക ആയിട്ടില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ചക്ക കറിയിച്ചത് തേർന്നിട്ട് ഇനി ഉണക്ക ബിസ്ക്കറ്റ്. അപ്പോൾ ചക്ക നല്ല അടിപൊളിയായിട്ട് പൗത്തായിൽ അടിപൊളി ടേസ്റ്റ്. നമ്മളിങ്ങനെ അരിയുമ്പോൾ പകുതി വായിൽ പോകും.
സ്വാഭാവികം. ഇത് നമ്മൾ തേങ്ങയും വറുത്തലിട്ട് വെക്കണം മക്കളെ. ചക്ക ഇടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. തേങ്ങ ഇട്ടിട്ടുണ്ടേ. തേങ്ങ വറ്റൽമുളക് പൊടിച്ചിട്ടുണ്ട്.